ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സിഗ്നൽസ് ആൻഡ് സിസ്റ്റം ആണ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ് പഠിച്ചു. ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ് അതിനകത്ത് നമ്മൾ പീരിയോഡിക് ആൻഡ് അപ്പീരിയോഡിക് സിഗ്നൽസ് അത് പഠിച്ചു. മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. ദെൻ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് പീരിയോഡിക് ആൻഡ് അപ്പീരിയോഡിക് സിഗ്നൽസ്. ദെൻ ഈവൻ ആൻഡ് ഓഡ് സിഗ്നൽസ്, എനർജി ആൻഡ് പവർ സിഗ്നൽസ്, കോസൽ ആൻഡ് നോൺ കോസൽ സിഗ്നൽസ്, അങ്ങനെ കുറേ ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് പീരിയോഡിക് സിഗ്നൽസ് ആണ്. സോ നമ്മൾ പീരിയോഡിക് സിഗ്നൽസ് ഒരു സിഗ്നൽ ഇപ്പം എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു സിഗ്നൽ തന്നു കഴിഞ്ഞാൽ അത് പീരിയോഡിക് ആണെന്ന് ചെക്ക് ചെയ്യാൻ നമ്മളൊരു കണ്ടീഷൻ പഠിച്ചു. എക്സ് ഓഫ് ടി ഷുഡ് ബി ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് ടി. അപ്പം ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നൽ പീരിയോഡിക് ആണെന്ന് പറയാം. നമുക്കതിൻ്റെ പീരീഡ് പീരിയോഡിക് ആണെങ്കിൽ അതിനൊരു ടൈം പീരീഡ് കാണും, ഒരു ഫണ്ടമെൻ്റൽ ടൈം പീരീഡ് കാണും. അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 2π/ω അങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. ദെൻ നമ്മളൊരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ഇതേപോലെ നമുക്ക് പീരിയോഡിക് ആണെന്ന് പറയാം. എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് എൻ പ്ലസ് എൻ, വെയർ ദ ഫണ്ടമെന്റൽ ടൈം പീരീഡ് എൻ ഈസ് ഈക്വൽ ടു 2π/ω ഇൻറ്റു എം. അവിടെ എം എന്ന് പറയുന്നത് ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ, ഒരു ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. നമ്മൾ ആ ഒരു വാല്യൂ, ഒരു ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്നിൻ്റെ വാല്യൂ ഒരു ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ കിട്ടണം. അങ്ങനെയാണ് നമ്മൾ എം ചൂസ് ചെയ്യുന്നത്. സോ ഇതാണ് പീരിയോഡിസിറ്റിയുടെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. നമുക്കിത് വെച്ചിട്ട് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. സോ ഇവിടെ നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുന്നത് ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എക്സ് ഓഫ് ടി ഇ റേസ് ടു എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു കോസ് 2πt. അപ്പം ഇങ്ങനെ ഒരു ഒറ്റ കമ്പോണൻ്റ് ഉള്ള ഒരു സിഗ്നലാണ് ഇവിടെ തന്നിരിക്കുന്നത്, കോസ് 2πt. അപ്പോൾ ഇത് പീരിയോഡിക് ആണെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എ കോസ് ω t ഫോമിൽ വരുന്നത്, അല്ലെങ്കിൽ എ സൈൻ ω t ഫോമിൽ വരുന്നത്, എ ഇ റേസ് ടു jω t ഫോമിൽ വരുന്ന സിഗ്നൽസ് എല്ലാം പീരിയോഡിക് ആണ്. സോ നമുക്ക് ആ ഒരു ഫോമിലാണ്, എ ഇവിടെ 1 ആണ്, ω 2π ആണ്. സോ ഇതിനെ നമുക്ക് പീരിയോഡിക് ആണെന്ന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആ ഫോമിൽ വരുന്ന എല്ലാം പീരിയോഡിക് ആയിരിക്കും. സോ ദിസ് ഈസ് പീരിയോഡിക്. അപ്പോൾ ഇതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാം. 2π/ω, ഇവിടെ ω ഏതാണ്, 2π ആണ്. സോ 2π, സോ ഇതിൻ്റെ വാല്യൂ 1 ആയിരിക്കും ടൈം പീരീഡ്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു കോസ് 2πt പ്ലസ് സൈൻ 2πt. ഇവിടെ രണ്ട് കമ്പോണൻസ് വരുന്നുണ്ട്, ഒരു കോസ് സിഗ്നലും ഒരു സൈൻ സിഗ്നലും. സോ ഇവിടെ രണ്ട് കമ്പോണൻസ് വരുമ്പോൾ നമുക്കറിയാം ഫസ്റ്റ് കമ്പോണൻറ്റ്, ഇപ്പോൾ നമുക്ക് ഈ കമ്പോണൻറ്റിനെ x1 ഓഫ് ടി എന്നും നമുക്കിതിനെ x2 ഓഫ് ടി എന്നും പറയാം. സോ നമുക്കറിയാം ഫസ്റ്റ് കമ്പോണൻറ്റ് എ കോസ് ω t ഫോമിലാണ്, അത് പീരിയോഡിക് ആണ്. രണ്ടാമത്തെ കമ്പോണൻറ്റ് എ സൈൻ ω t ഫോമിലാണ്, അതും പീരിയോഡിക് ആണ്. സോ ഈ സിഗ്നൽ പീരിയോഡിക് ആണ്. അതിനൊരു ടൈം പീരീഡ് ഉണ്ട്, അതിന് ഞാൻ T1 എന്ന് കൊടുക്കുന്നു. T1ൻ്റെ വാല്യൂ 2π/2π. സോ ദിസ് ഈസ് ഈക്വൽ ടു 1. സോ നമുക്ക് എക്സാമ്പിളിനകത്ത് ഇത് 3 എന്ന് കൊടുക്കാം. ഓക്കെ, എ കോസ് 2πt പ്ലസ് സൈൻ 3πt. ആ എക്സാമ്പിൾ നമ്മുടെ എടുക്കാം. സോ ഇവിടെ പീരിയോഡിക് ആണ്, അതിൻ്റെ ടൈം പീരീഡ് നമ്മൾ കണ്ടുപിടിച്ചു. രണ്ടാമത്തെ സിഗ്നലും നമ്മുടെ ഫോം വെച്ചിട്ട് പീരിയോഡിക് ആണ്. സോ ഇതും പീരിയോഡിക് ആണ്. സോ അതിൻ്റെ ടൈം പീരീഡ് T2 2π/3π. സോ എനിക്ക് അവിടുന്ന് ഒരു ആൻസർ കിട്ടും 2/3. ഇവിടുത്തെ ω 3π ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. സോ നമുക്ക് T1 കിട്ടി, T2 കിട്ടി. സോ എനിക്ക് T1/T2 ആ റേഷ്യോ കണ്ടുപിടിക്കണം. T1/T2 എന്ന് പറയുന്ന റേഷ്യോ എത്ര വരും, 1/2/3 വിച്ച് ഈസ് ഈക്വൽ ടു 2/3, സോറി ഈക്വൽ ടു 3/2, ഈക്വൽ ടു 3/2. സോ ഇതാണ് എനിക്ക് T1/T2 റേഷ്യോ ആയിട്ട് കിട്ടുന്നത്, 3/2 ആണ്. ഇതൊരു റാഷണൽ നമ്പറാണ്, ഒരു റാഷണൽ നമ്പറാണ്.
അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേഷ്യോ T1ൻ്റെയും T2ൻ്റെയും റേഷ്യോ ഒരു റാഷണൽ നമ്പർ ആണെങ്കിൽ നമുക്ക് പറയാം ഈ സിഗ്നൽ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് പീരിയോഡിക് ആണ്. ഇത് പീരിയോഡിക് ആയതുകൊണ്ട് എക്സ് ഓഫ് ടി പീരിയോഡിക് ആവണമെന്നില്ല. അത് വേറൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കത് പ്രൂവ് ചെയ്യാം. ഇതിൻ്റെ റേഷ്യോ ഒന്നിൽ കൂടുതൽ കമ്പോണൻസ് വരുമ്പോൾ അതിൻ്റെ റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. ആ റേഷ്യോ ഒരു റാഷണൽ നമ്പർ 3/2 എന്ന് പറയുന്ന റാഷണൽ നമ്പറാണ്. അപ്പോൾ 3π/2 എന്ന് പറയുന്നാൽ അത് റാഷണൽ അല്ല. 1/√2 അതൊന്നും റാഷണൽ നമ്പർ അല്ല. സോ റാഷണൽ നമ്പറിൽ വരുന്ന വാല്യൂ ആണെങ്കിൽ നമുക്ക് പറയാം എക്സ് ഓഫ് ടി ഈസ് പീരിയോഡിക്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പീരിയോഡിസിറ്റി ചെക്ക് ചെയ്യുന്നത്. സോ എനിക്ക് പറയാം ദിസ് ഈസ് പീരിയോഡിക്. അപ്പോൾ x1 ഓഫ് ടിയുടെയും x2 ഓഫ് ടിയുടെയും പീരിയോഡിക് ആണ്. അതിന് ഓരോന്നിനും ഓരോ ടൈം പീരീഡ് ഉണ്ട്. നമ്മൾ റേഷ്യോ കണ്ടുപിടിച്ചിട്ട് എക്സ് ഓഫ് ടി പീരിയോഡിക് ആണെന്ന് പ്രൂവ് ചെയ്തു സിൻസ് ഇറ്റ് ഈസ് റാഷണൽ നമ്പർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു സിഗ്നലിന്റെ ഓവറോൾ പീരീഡ് കൂടെ കണ്ടുപിടിക്കണം. എക്സ് ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നലിന്റെ ഓവറോൾ പീരീഡ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ടി ഈസ് ഈക്വൽ ടു T1/T2 ഇങ്ങനെ എഴുതുക, വിച്ച് ഈസ് ഈക്വൽ ടു 3/2. അപ്പോൾ നമ്മളിവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ സോ ടി ഈസ് ഈക്വൽ ടു എനിക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത് 3T2 ഈസ് ഈക്വൽ ടു 2T1. സോ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഞാനിവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു 3T2 ഈസ് ഈക്വൽ ടു 2T1. അപ്പോൾ നമുക്ക് T2ൻ്റെ വാല്യൂ അറിയാം 2/3, T1ൻ്റെ വാല്യൂ 1 ആണ്. ഏതെങ്കിലും ഒരു വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, സെയിം ആൻസർ ആയിരിക്കും കിട്ടുന്നത്. ഞാനിപ്പോൾ T1ൻ്റെ വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. സോ T1ൻ്റെ വാല്യൂ 1 ആണ്. സോ 2 × 1 വിച്ച് ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ്സ്. സോ ഇതായിരിക്കും നമ്മുടെ എക്സ് ഓഫ് ടിയുടെ ടൈം പീരീഡ്. സോ നമ്മളത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ടി കിട്ടും. അല്ലെങ്കിൽ 3T2 ചെയ്താലും മതി. 3T2 എന്ന് പറഞ്ഞാൽ T2ൻ്റെ വാല്യൂ 2/3 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 2 ആയിരിക്കും കിട്ടുന്നത്. സോ ഇങ്ങനെയാണ് രണ്ട് കമ്പോണൻസ് വരുമ്പോൾ നമുക്ക് ഒരു സിഗ്നൽ പീരിയോഡിക് ആണെന്ന് ചെക്ക് ചെയ്യുന്നത്. സപ്പോസ് വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ cos 2t പ്ലസ് sin 3πt. സോ ഇതാണ് നമ്മൾ എടുക്കുന്ന എക്സാമ്പിൾ എങ്കിൽ നമ്മുടെ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നൽ ഇതാണെങ്കിൽ a cos 2t ഈ x1 ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നൽ പീരിയോഡിക് ആണ്. x2 ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നലും പീരിയോഡിക് ആണ്. ഈ രണ്ട് സിഗ്നലും a cos ωt ഫോമിലാണ്. സോ ഇതിനൊരു പീരീഡ് കാണും T1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2π/2. ഇതിനൊരു പീരീഡ് കാണും ദാറ്റ് ഈസ് T2 ദാറ്റ് ഈസ് 2π/3. സോ 2π/3π. സോ ദിസ് ഈസ് ഈക്വൽ ടു 2/3. സോ ദിസ് ഈസ് ഈക്വൽ ടു പൈ. സോ ഇവിടെ നമ്മൾ x1 ഓഫ് ടിയും x2 ഓഫ് ടിയും പീരിയോഡിക് ആണ്. പക്ഷേ നമുക്ക് അതിൻ്റെ റേഷ്യോ T1/T2 എന്ന് പറയുന്ന റേഷ്യോ നമുക്കൊരു റാഷണൽ നമ്പർ അല്ല കിട്ടുന്നത്. π/2/3 വിച്ച് ഈസ് ഈക്വൽ ടു 3π/2. നോട്ട് എ റാഷണൽ നമ്പർ, നോട്ട് റാഷണൽ. സോ നോട്ട് റാഷണൽ നമ്പർ ആണെങ്കിൽ ഈ സിഗ്നൽ അപ്പീരിയോഡിക് സിഗ്നൽ ആയിരിക്കും. സോ ദിസ് ഈസ് നോട്ട് പീരിയോഡിക്. സോ ഒന്നിൽ കൂടുതൽ കമ്പോണൻസ് വന്ന് അത് പീരിയോഡിക് ആണെങ്കിലും നമ്മുടെ ഓവറോൾ സിഗ്നൽ പീരിയോഡിക് ആവണമെന്നില്ല. സോ നമ്മളത് റാഷണൽ നമ്പർ വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. സോ ഇത് നമ്മളൊരു അപ്പീരിയോഡിക് സിഗ്നൽ ആണ്. സോ ഇങ്ങനെയാണ് നമ്മൾ പീരിയോഡിസിറ്റി ചെക്ക് ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഡിസ്ക്രീറ്റ് ആണെങ്കിൽ, ഇപ്പോൾ ഡിസ്ക്രീറ്റിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് പറയുന്നതെങ്കിൽ എക്സ് ഓഫ് എൻ ഈക്വൽ ടു നമുക്ക് എക്സ്പോണൻഷ്യലിൻ്റെ ഒരു ഫോം നോക്കാം. e⁻j2πn. സോ ഇതാണ് എക്സാമ്പിൾ. ഇത് a⁻j⍵n ഫോമിലാണ്. നമുക്കറിയാം ഈ ഫോമിൽ വരുന്നതെല്ലാം പീരിയോഡിക് ആണ്. സോ ഇവിടെ നമുക്ക് n കാൽക്കുലേറ്റ് ചെയ്യാൻ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ 2π/ω m ആണ്. സോ ഇത് ഏത് ഫോമിലാണ്? a⁻j⍵n ഫോമിലാണ്. സോ ഇറ്റ് ഈസ് പീരിയോഡിക് ആണെന്ന് പറയാം. സോ നമുക്ക് ഇവിടെ ഒമേഗ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഒമേഗയുടെ വാല്യൂ 2π ആണ്. സോ 2π × m. സോ നമുക്കത് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും മിനിമം വാല്യൂയിലേക്ക് ക്യാൻസൽ ചെയ്യുക. സോ എനിക്കിവിടെ m ആണ് കിട്ടുന്നത്. സോ നമുക്ക് എന്നിൻ്റെ ആ ഫണ്ടമെന്റൽ ടൈം പീരീഡ് കണ്ടുപിടിക്കണം. നമ്മൾ അന്നേരം എമ്മിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട വാല്യൂ എന്ന് പറയുന്നത് ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ ഞാൻ 1 ഇട്ട് കൊടുത്തു. സോ എമ്മിൻ്റെ വാല്യൂ ഞാൻ 1 ഇട്ട് കൊടുത്തു. എമ്മിന് 1 കൊടുക്കുമ്പോൾ അപ്പോൾ ഇവിടെ പറയാം ഫോർ m = 1. അപ്പോൾ എനിക്ക് എന്നിന് കിട്ടുന്ന ഒരു ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ ആണ്. സോ എനിക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? n 1 ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ എമ്മിന് ചൂസ് ചെയ്യാൻ. സപ്പോസ് നിങ്ങൾക്ക് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2/3 m ആണ്.
ഇങ്ങനെയാണ് ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ എൻ്റെ വാല്യൂ. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യേണ്ട എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ 1 ഇട്ട് കൊടുക്കും. 1 കൊടുക്കുമ്പോൾ 2/3 ആണ്, അതൊരു ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ അല്ല. 2/3 എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷണൽ വാല്യൂ ആണ്, അതൊരു പോസിറ്റീവ് ഇൻറ്റിജർ അല്ല. സോ നമ്മൾ 2 ഇട്ട് നോക്കും. സോ 2/3 × 2 4/3, അന്നേരവും നമ്മളത് ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ അല്ല നമുക്ക് എന്നിന് കിട്ടുന്നത്. സോ നമുക്ക് എമ്മിന് 3 കൊടുക്കുമ്പോഴാണ്, എമ്മിൻ്റെ ഒരു ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ കൊടുക്കുമ്പോൾ എന്നിൻ്റെ വാല്യൂം ഒരു ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കേസസിൽ നമ്മൾ ഇങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പം ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ ഇങ്ങനെ വേണം ഫണ്ടമെൻ്റൽ ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ. വേറെ ചേഞ്ചസ് ഒന്നുമില്ല. ഒന്നിൽ കൂടുതൽ കമ്പോണൻസ് വരുവാണെങ്കിൽ റേഷ്യോ n1/n2 അത് വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. പീരീഡ് കണ്ടുപിടിക്കാൻ നേരത്ത് നമ്മൾ 2π/ω × m എന്നുള്ളൊരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. സോ ഇതാണ് നമുക്ക് പീരിയോഡിക്കിനകത്ത് പഠിക്കാനുള്ളത്. ദെൻ നമുക്ക് നമുക്ക് വീണ്ടും കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാം. സിഗ്നൽസിൻ്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. സോ നമ്മൾ എലിമെൻ്ററി സിഗ്നൽസ് പഠിച്ചു. നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ് ആണ്. എല്ലാത്തിൻ്റെയും കൂടെ ഒരുമിച്ച് നമുക്ക് കുറേ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. സോ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. സോ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈവൻ ആൻഡ് ഓഡ് സിഗ്നൽസ് ആണ്. സോ തേർഡ് ക്ലാസിഫിക്കേഷൻ ആണ് ഈവൻ ആൻഡ് ഓഡ് സിഗ്നൽ. ഈവൻ ആൻഡ് ഓഡ് സിഗ്നൽസ്. സോ ഇത് നമുക്കറിയാവുന്നതാണ്. എന്താണ് ഈവൻ സിഗ്നൽ, എന്താണ് ഓഡ് സിഗ്നൽ? നമുക്കറിയാം ഏറ്റവും നല്ല എക്സാമ്പിൾ കൊസൈൻ സൈൻ വേവ്സ് ആണ്. കൊസൈൻ എന്ന് പറയുന്ന ഒരു ഈവൻ സിഗ്നലും സൈൻ എന്ന് പറയുന്ന ഒരു ഓഡ് സിഗ്നലുമാണ്. സോ അത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എ സിഗ്നൽ എക്സ് ഓഫ് ടി ഈസ് സെഡ് ടു ബി ഈവൻ. അപ്പം ഈവൻ സിഗ്നൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ ഇതാണ്. എക്സ് ഓഫ് ടി, ഒരു സിഗ്നൽ എക്സ് ഓഫ് ടി തന്നിട്ടുണ്ട്. ആ സിഗ്നൽ ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ അതിൻ്റെ ടൈം റിവേഴ്സൽ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഓഫ് മൈനസ് ടി, നമ്മളതിൻ്റെ മിറർ ഇമേജ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിൻ്റെ റിവേഴ്സൽ വാല്യൂ, ടൈമിനെ റിവേഴ്സ് ചെയ്തിട്ട് എഴുതുന്ന വാല്യൂ എക്സ് ഓഫ് ടിക്ക് ഈക്വൽ ആയിട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് പറയാം ആ സിഗ്നൽ ഈവൻ ആയിരിക്കും. സോ എ സിഗ്നൽ എക്സ് ഓഫ് ടി സെഡ് ടു ബി ഈവൻ ഇഫ് എക്സ് ഓഫ് മൈനസ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി. അതാണ് ഈവൻ്റെ കണ്ടീഷൻ. ഇതുപോലെ നമുക്ക് ഡിസ്ക്രീറ്റിൻ്റെ എഴുതാം. എക്സ് ഓഫ് എൻ സിഗ്നൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എക്സ് ഓഫ് മൈനസ് എൻ ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് എൻ. സോ ഓഡ് സിഗ്നലിൻ്റെ കണ്ടീഷൻ എന്താണ്? ഓഡ് സിഗ്നലിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ടൈം റിവേഴ്സൽ വാല്യൂ എ സിഗ്നൽ എക്സ് ഓഫ് ടി സെഡ് ടു ബി ഓഡ് ഇഫ് എക്സ് ഓഫ് മൈനസ് ടി ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് ഓഫ് ടി. അതിൻ്റെ ടൈം റിവേഴ്സൽ ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് മൈനസ് എക്സ് ഓഫ് ടിക്ക് ഈക്വൽ ആയിരിക്കുമെങ്കിൽ നമുക്കതിന് പറയാം ഓഡ് സിഗ്നൽ ആയിരിക്കും. സോ ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടെ പഠിച്ചു വെക്കണം. ഇതിൻ്റെ കണ്ടീഷൻ മാത്രമല്ല, ഈവൻ ഓഡ് സിഗ്നൽ കണ്ടീഷൻ മാത്രമല്ല, നമുക്കതിൻ്റെ ഈവൻ കമ്പോണൻറ്റും ഓഡ് കമ്പോണൻറ്റും കണ്ടുപിടിക്കാനുള്ളൊരു ഫോർമുലയും കൂടെ ഉണ്ട്. ഈവൻ കമ്പോണൻറ്റ്, ഒരു സിഗ്നൽ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഈവൻ കമ്പോണൻറ്റ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഓഡ് കമ്പോണൻറ്റ് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ ഈവൻ കമ്പോണൻറ്റ് എക്സ് ഇ ഓഫ് ടി, ഈ റെപ്രസെൻറ്റ്സ് ഈവൻ കമ്പോണൻറ്റ്. എക്സ് ഓഫ് ടിയുടെ ഈവൻ കമ്പോണൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എക്സ് ഓഫ് ടി പ്ലസ് എക്സ് ഓഫ് മൈനസ് ടി ബൈ 2. എക്സ് ഓഫ് ടി തന്നു കഴിഞ്ഞാൽ എക്സ് ഓഫ് മൈനസ് ടി കണ്ടുപിടിക്കാം. ടിക്ക് മൈനസ് ടി ഇട്ട് കൊടുത്താൽ മതി. സോ എക്സ് ഓഫ് ടി എക്സ് പ്ലസ് എക്സ് ഓഫ് മൈനസ് ടി ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈവൻ കമ്പോണൻറ്റ് കിട്ടും. ഇതേപോലെ നമുക്ക് ഓഡ് കമ്പോണൻറ്റ് കണ്ടുപിടിക്കാനൊരു ഫോർമുലയുണ്ട്. ഓഡ് കമ്പോണൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എക്സ് ഓഫ് ടി ഈക്വൽ ടു ഇതിൻ്റെ ഡിഫറൻസ് എടുത്താൽ മതി, എക്സ് ഓഫ് ടി മൈനസ് എക്സ് ഓഫ് മൈനസ് ടി ബൈ 2. അപ്പോൾ ഈവൻ ആണെങ്കിൽ പ്ലസ് വെച്ചിട്ട്, ഓഡാണെങ്കിൽ മൈനസ് വെച്ചിട്ട് എക്സ് ഓഫ് ടി, ഓഡ് കമ്പോണൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്. ഇതുപോലെ നമുക്ക് ഡിസ്ക്രീറ്റിൻ്റെ എഴുതാം. ഡിസ്ക്രീറ്റിൻ്റെത് ഈ ടിക്ക് പകരം എല്ലാം എൻ കൊടുത്ത് ചെയ്താൽ മതി, അപ്പോൾ അത് ഡിസ്ക്രീറ്റിൻ്റെ ആവും. സോ ഈവനും ഓഡും ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻസ് ഇതാണ്. ഈവൻ കമ്പോണൻറ്റും ഓഡ് കമ്പോണൻറ്റും കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്. സോ ഇതാണ് നമുക്ക് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനായിട്ട് പഠിക്കാനുള്ളത്, ഈവൻ ആൻഡ് ഓഡ് സിഗ്നൽ. അപ്പോൾ ഇതിനും നമുക്ക് ഈവൻ കമ്പോണൻറ്റ് കണ്ടുപിടിക്കുന്ന ഒരു സിഗ്നൽ, അല്ലെങ്കിൽ നമുക്ക് ഈവൻ ഓഡ് ചെക്ക് ചെയ്യാനുള്ളൊരു കണ്ടീഷൻ നോക്കാം. എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു സൈൻ ടി. സൈൻ ടി എന്ന് പറയുന്നത് സൈൻ വേവ് സിഗ്നൽ തരുവാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ എക്സ് ഓഫ് മൈനസ് ടി കണ്ടുപിടിച്ച് നോക്കും. എക്സ് ഓഫ് മൈനസ് ടി എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് മൈനസ് ടി. സൈൻ ഓഫ് മൈനസ് ടി എന്താണ്? മൈനസ് സൈൻ ടി ആണ്. സോ നമുക്ക് അങ്ങനെ കുറച്ച് ഫോർമുലാസ് അറിയണം. സൈൻ ഓഫ് മൈനസ് തീറ്റ മൈനസ് സൈൻ തീറ്റ, ടാൻ ഓഫ് മൈനസ് തീറ്റ മൈനസ് ടാൻ തീറ്റ.
കോസ് ഓഫ് മൈനസ് തീറ്റ കോസ് തീറ്റ. സോ മൈനസ് സൈൻ ടി എന്നാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ മൈനസ് എക്സ് ഓഫ് ടി ആണ്. സോ എക്സ് ഓഫ് മൈനസ് ടി മൈനസ് എക്സ് ഓഫ് ടി എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതെന്ത് സിഗ്നലാണ്? ഓഡ് സിഗ്നൽ. അപ്പോൾ ഈ സൈൻ ടി എന്ന് പറയുന്നത് ഒരു ഓഡ് സിഗ്നലാണ്. ഇതേപോലെ നമ്മൾ കോസ് ടി എടുക്കുവാണെങ്കിൽ കോസ് ഓഫ് മൈനസ് ടി അത് കോസ് ടി തന്നെയാണ്. സോ അത് ഈവൻ സിഗ്നൽ. സോ ഈവനും ഓഡിനും ഏറ്റവും നല്ല എക്സാമ്പിൾസ് സൈനും കോസും തന്നെയാണ്. ദെൻ നമുക്ക് ഈവൻ കമ്പോണൻറ്റും ഓഡ് കമ്പോണൻറ്റും കണ്ടുപിടിക്കാനുള്ള ആ ഒരു എക്സാമ്പിളൂടെ നോക്കാം. എക്സാമ്പിൾ ഇതാണ്. ഒരു സിഗ്നൽ തരും, എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു, ഇപ്പോൾ നമുക്ക് നോക്കാം 1 പ്ലസ് ടി സ്ക്വയർ പ്ലസ് 2t ക്യൂബ്. ഇതാണ് എക്സ് ഓഫ് ടി ആയിട്ട് തന്നിരിക്കുന്നത്. ഫൈൻഡ് ദ ഈവൻ കമ്പോണൻറ്റ്. ഈവൻ കമ്പോണൻറ്റ് കണ്ടുപിടിക്കാൻ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഇ ഓഫ് ടി കണ്ടുപിടിക്കുക. എക്സ് ഓഫ് ടിയുടെ ഇക്വേഷൻ നമുക്കറിയാം, എക്സ് ഓഫ് ടി പ്ലസ് എക്സ് ഓഫ് മൈനസ് ടി ബൈ 2. എക്സ് ഓഫ് ടി ഞാൻ അതുപോലെ എഴുതി, മൈനസ് എക്സ് ഓഫ് മൈനസ് ടി. മൈനസ് എക്സ് ഓഫ് മൈനസ് ടി എന്ന് പറയുമ്പോൾ ഇവിടെ ടിക്കെല്ലാം മൈനസ് ടി കൊടുത്തെഴുതണം. സോ 1 പ്ലസ് മൈനസ് ടി ദ ഹോൾ സ്ക്വയർ എന്താണ്? എക്സ് ഓഫ് മൈനസ് ടി കണ്ടുപിടിക്കുമ്പോൾ മൈനസ് ടി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പ്ലസ് ടി സ്ക്വയർ തന്നെയാണ്. അപ്പോൾ അവിടെ ചേഞ്ച് ഒന്നുമില്ല. പ്ലസ് 2 ഇൻറ്റു മൈനസ് ടി ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ടി ക്യൂബ് ആണ്. സോ ഇവിടെ ഒരു ചേഞ്ച് വരും, മൈനസ് 2t ക്യൂബ്. സോ ഇത് ഓൾ ഡിവൈഡഡ് ബൈ 2. സോറി, പ്ലസ് ആണ്. ഈവൻ കമ്പോണൻറ്റിന് പ്ലസ് ആണ്. സോ എക്സ് ഓഫ് ടി പ്ലസ് എക്സ് ഓഫ് മൈനസ് ടി ഇത് ഓൾ ഡിവൈഡഡ് ബൈ 2. സോ ഇതിൻ്റെ ആൻസർ എത്ര വരും? സോ ഈവൻ കമ്പോണൻറ്റ് കണ്ടുപിടിക്കാനുള്ള ആൻസർ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. 1ഉം കൂടെ 2 വരും, ഇവിടെ 2t സ്ക്വയർ വരും. സോ ആൻസർ 2 പ്ലസ് 2t സ്ക്വയർ ബൈ 2. സോ നമ്മുടെ ആൻസർ 1 പ്ലസ് ടി സ്ക്വയർ. നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ അത്രയും സ്റ്റെപ്പൊന്നും ആവശ്യമില്ല. ദെൻ ഇതേപോലെ നമുക്ക് ഓഡ് കമ്പോണൻറ്റ് കണ്ടുപിടിക്കാം. അതിൻ്റെ ഡിഫറൻസ് എടുത്താൽ മതി. സോ അത് ഞാൻ ഒറ്റ സ്റ്റെപ്പിലും എഴുതാൻ പോവാണ്. ഓഡ് കമ്പോണൻറ്റ് കണ്ടുപിടിക്കാൻ എക്സ് ഓഫ് ടി മൈനസ് എക്സ് ഓഫ് മൈനസ് ടി ബൈ 2. ഓഡ് കമ്പോണൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അതാണ്. സോ ഇവിടെ മൈനസ് കൊടുത്തിട്ട് ചെയ്താൽ മതി. മൈനസ് കൊടുക്കുമ്പോൾ 1 മൈനസ് 1 0, ടി സ്ക്വയർ മൈനസ് ടി സ്ക്വയർ 0, 2t ക്യൂബ് മൈനസ് 2t ക്യൂബ് 4t ക്യൂബ് വരും. 4t ക്യൂബ് ബൈ 2 ആൻസർ ഈക്വൽ ടു 2t ക്യൂബ്. സോ ഇങ്ങനെ ഈവനും ഓഡ് കമ്പോണൻറ്റ് കണ്ടുപിടിക്കാനുള്ള കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ്, സോ അതും കൂടെ നമുക്ക് ഇതിനകത്ത് പഠിച്ചു വെക്കണം. സോ ഈവൻ ആൻഡ് ഓഡ് സിഗ്നൽസ് ഇതാണ്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരെണ്ണമാണ് ഈവൻ ആൻഡ് ഓഡ് സിഗ്നൽസ്. അതിൻ്റെ ഈവൻ കണ്ടീഷൻ, ഓഡ് കണ്ടീഷൻ, ദെൻ ഈവൻ കമ്പോണൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, ഓഡ് കമ്പോണൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, ഇത് അറിഞ്ഞിരിക്കണം. ദെൻ നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എനർജി പവർ സിഗ്നലാണ്. സോ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് എനർജി ആൻഡ് പവർ സിഗ്നൽസ്. എനർജി ആൻഡ് പവർ സിഗ്നൽസ്. സോ നമുക്ക് എനർജി ആൻഡ് പവർ, ഒരു സിഗ്നൽ എനർജി സിഗ്നൽ ആണോ പവർ സിഗ്നൽ ആണോ നമുക്ക് ചെക്ക് ചെയ്യണം. സോ അതിനു മുമ്പ് നമുക്ക് എനർജിയുടെയും പവറിൻ്റെയും ഫോർമുലാസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ആദ്യം കണ്ടിന്യൂസ് ടൈം സിഗ്നൽസിൻ്റെ കേസിലുള്ള ഫോർമുല നോക്കാം. എനർജി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ലിമിറ്റ് t ടെൻസ് ടു ഇൻഫിനിറ്റി, ലിമിറ്റ് t ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ മൈനസ് ടി ടു ടി. ടി എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ ടൈം പീരീഡ് ആണ്. എക്സ് ഓഫ് ടി മോഡ് എക്സ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ ഡി ടി. സോ ഇതാണ് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇതിനെ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്ത് എഴുതുവാണെങ്കിൽ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി, ഈ ഇക്വേഷനകത്ത് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് ഓഫ് എക്സ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ ഡി ടി. ഇതാണ് നമ്മൾ കണ്ടിന്യൂസിൻ്റെ കേസിൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ദെൻ സോ ഈ രണ്ട് ഫോർമുലാസ് യൂസ് ചെയ്യാറുണ്ട് എനർജിക്ക്. ദെൻ പവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ലിമിറ്റ് t ടെൻസ് ടു ഇൻഫിനിറ്റി 1/2t integral minus t to t mod of x of t the whole square dt. സോ ഇങ്ങനെയാണ് എനർജിയും പവറും കണ്ടുപിടിക്കുന്നത്. സോ ഇതിൻ്റെയും പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. അപ്പോൾ എനർജി കണ്ടുപിടിക്കാനും പവർ കണ്ടുപിടിക്കാനുള്ള കണ്ടിന്യൂസിൻ്റെ കേസിലുള്ള ഫോർമുലാസ് ഇതാണ്. ഇനി നമ്മൾ ഡിസ്ക്രീറ്റിൻ്റെ കേസിലുള്ള ഫോർമുല നോക്കാം. ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലാണ് തന്നു നിൽക്കുന്നതെങ്കിൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഫോർമുല ലിമിറ്റ്
നമുക്കറിയാം കണ്ടിന്യൂസിൻ്റെ കേസിലാണ് ക്യാപിറ്റൽ ടി ഫണ്ടമെൻ്റൽ ടൈം പീരീഡ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ക്യാപിറ്റൽ എൻ ആയിരിക്കും. n ടെൻസ് ടു ഇൻഫിനിറ്റി. നമ്മൾ ഇൻ്റഗ്രേഷന് പകരം ഡിസ്ക്രീറ്റിനകത്ത് നമ്മൾ സമ്മേഷനാണ് നോക്കുന്നത്. ഇവിടെ ഇൻ്റഗ്രൽ ടി ആണ് മൈനസ് ടി തൊട്ട് ടി വരെ വേരി ചെയ്യുന്നതെങ്കിൽ ഇവിടെ n വെച്ചിട്ടാണ് പറയുന്നത്. സോ ഇൻ്റഗ്രൽ സമ്മേഷൻ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് ഓഫ് എക്സ് ഓഫ് എൻ ദ ഹോൾ സ്ക്വയർ. സോ ഇതാണ് എനർജി. ഇപ്പോൾ സിമിലർ ഇക്വേഷനാണ് രണ്ടിടത്തും നമ്മൾ യൂസ് ചെയ്യുന്നത്. മൈനസ് എൻ ടു എൻ. സോ മൈനസ് എൻ ടു എൻ. ഓർ നമുക്ക് ഒരു ഇക്വേഷനൂടെ പറയാം. ലിമിറ്റ് അപ്ലൈ ചെയ്ത് എഴുതുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി ടു രണ്ടാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. സോ രണ്ട് ഇക്വേഷനും വാലിഡ് ആണ്. മോഡ് ഓഫ് എക്സ് ഓഫ് എൻ ദ ഹോൾ സ്ക്വയർ. സോ എനർജിക്ക് ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഇക്വലൻ്റ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ്. ഇനി ഇതിന് ഇക്വലൻ്റ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്ന പവർ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇവിടെ t ടെൻസ് ടു ഇൻഫിനിറ്റി, ഇവിടെ n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇവിടെ 1/2t ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ 1/2n+1 ആണ് യൂസ് ചെയ്യുന്നത്. ഇൻ്റഗ്രേഷന് പകരം നമുക്ക് സമ്മേഷൻ യൂസ് ചെയ്യാം. സമ്മേഷൻ t വേരീസ് ഫ്രം മൈനസ് ടി ടു ടി. ഇവിടെ n വേരീസ് ഫ്രം മൈനസ് n ടു n. മോഡ് ഓഫ് എക്സ് ഓഫ് എൻ ദ ഹോൾ സ്ക്വയർ. സോ ഈ ഇക്വേഷൻസ് ഓർത്തിരിക്കാൻ ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ അടുത്തത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഇവിടെ ഇൻ്റഗ്രേഷൻ ആണെങ്കിൽ ഇവിടെ സമ്മേഷൻ അതാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇവിടെ ഒരു 2tക്ക് പകരം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 2n+1 ആണ്. സോ അങ്ങനെ ഒരു ചേഞ്ച് കൂടിയുണ്ട്. ഇൻ്റഗ്രേഷന് പകരം സമ്മേഷൻ പവറിനകത്ത്. സോ അങ്ങനെ പെട്ടെന്ന് ഓർത്ത് പഠിക്കാവുന്ന രണ്ട് ഇക്വേഷൻസ് ആണ് എനർജി സിഗ്നലും പവർ സിഗ്നലിൻ്റെയും ഈ ഇക്വേഷൻസ്. സോ എനർജി സിഗ്നൽ കണ്ടുപിടിക്കാനും പവർ സിഗ്നൽ കണ്ടുപിടിക്കാനും ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഫോർമുലാസ് വേണം യൂസ് ചെയ്യാൻ. ഇനി ഒരു സിഗ്നൽ എനർജി സിഗ്നൽ ആണോ പവർ സിഗ്നൽ ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ. അപ്പോൾ നമ്മൾ എനർജിയും പവറും കണ്ടുപിടിക്കാനുള്ള ഫോർമുലാസ് പഠിച്ചു. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന രണ്ട് കേസിലും കണ്ടിന്യൂസ് ആയാലും ഡിസ്ക്രീറ്റ് ആണെങ്കിലും നമുക്ക് സോൾവ് ചെയ്യുമ്പം എനർജിയുടെ വാല്യൂ ഒരു ഫൈനൈറ്റ് വാല്യൂ നിങ്ങൾക്ക് കിട്ടി. എനർജി 1/2 അല്ലെങ്കിൽ 3/2 അല്ലെങ്കിൽ 1 എന്നൊരു വാല്യൂ നിങ്ങൾക്ക് ഒരു ഫൈനൈറ്റ് വാല്യൂ കിട്ടി. അതുപോലെ തന്നെ പവറിൻ്റെ വാല്യൂ 0 ആണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ ആ ടൈപ്പ് സിഗ്നൽ എല്ലാം എനർജി സിഗ്നൽസ് ആയിരിക്കും. കണ്ടിന്യൂസ് ആണെങ്കിലും ഡിസ്ക്രീറ്റ് ആണെങ്കിലും നമുക്ക് ആ സിഗ്നലിനെ എനർജി സിഗ്നലാന്ന് പറയാം. സോ ഒരു സിഗ്നൽ തന്നിട്ട് അതിൻ്റെ എനർജി നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ അത് ഫൈനൈറ്റ് വാല്യൂവും പവറിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഇപ്പം ഇതൊക്കെ ആയിരിക്കും അതിൻ്റെ ഡെഫിനിഷൻ ആയിരിക്കും ചോദിക്കാൻ സാധ്യത. സോ എ സിഗ്നൽ ഈസ് സെഡ് ടു ബി എനർജി സിഗ്നൽ ഇഫ് എനർജി വാല്യൂ ഈസ് ഫൈനൈറ്റ് ആൻഡ് പവർ വാല്യൂ ഈസ് 0. സോ അങ്ങനെയുള്ള സിഗ്നലിനെ നമുക്ക് എനർജി സിഗ്നൽ എന്ന് പറയാം. പ്രോബ്ലംസ് ഒക്കെ ഇതിനകത്ത് കാരണം കുറേ ടൈം കൺസ്യൂമിംഗ് ആണ് പ്രോബ്ലംസ് ചെയ്യുന്നത്. സോ ഈ ഡെഫിനിഷൻ ആയിരിക്കാം നമുക്ക് ചോദിക്കുന്നത്. എനർജി ഫൈനൈറ്റും പവർ 0യും അത് എനർജി സിഗ്നലാണ്. ഇനി പവർ സിഗ്നൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ഫൈനൈറ്റ്, പവറിൻ്റെ വാല്യൂ ഫൈനൈറ്റ് ആയിട്ട് കിട്ടണം. എനർജിയുടെ വാല്യൂ 0 അല്ല, എനർജിയുടെ വാല്യൂ ഇൻഫിനിറ്റി ആയിരിക്കണം. എനർജിയുടെ വാല്യൂ ഒരു ഇൻഫൈനൈറ്റ് വാല്യൂവും പവറിൻ്റെ വാല്യൂ ഫൈനൈറ്റ് വാല്യൂവും കിട്ടുവാണെങ്കിൽ നമുക്ക് ആ സിഗ്നലിനെ പവർ സിഗ്നൽ എന്ന് പറയാം. സോ എനർജി വാല്യൂ ഫൈനൈറ്റ്, പവർ വാല്യൂ 0, സിഗ്നൽ ഈസ് എനർജി സിഗ്നൽ. പവർ വാല്യൂ ഫൈനൈറ്റ്, എനർജി വാല്യൂ ഇൻഫിനിറ്റി ആണെങ്കിൽ അതിനെ പവർ സിഗ്നൽ എന്ന് പറയാം. സോ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യാത്ത, ഇപ്പോൾ ഒരു സിഗ്നൽ എനർജി ആവണമെങ്കിൽ അതിൻ്റെ വാല്യൂ ഫൈനൈറ്റും ആയിരിക്കണം, പവറിൻ്റെ വാല്യൂ 0 ആയിരിക്കണം. സോ ഇഫ് എനർജി ഈസ് ഫൈനൈറ്റ് ആൻഡ് പവർ ഈസ് ഇൻഫിനിറ്റി നമുക്കതിനെ എനർജി സിഗ്നൽ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. രണ്ട് കണ്ടീഷനും എനർജിയുടെയും പവറിൻ്റെയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്കതിനെ എനർജി സിഗ്നൽ എന്ന് വിളിക്കാൻ പറ്റൂ. സോ ഇത് രണ്ടുമല്ലാത്ത കേസുകളെല്ലാം നമ്മൾ നെയ്തർ എനർജി നോർ പവർ സിഗ്നൽസ് എന്ന് വിളിക്കും. നെയ്തർ എനർജി, ഇതിനകത്ത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നെയ്തർ എനർജി നോർ പവർ സിഗ്നൽ. സോ ഇങ്ങനെയാണ് നമ്മൾ എനർജി സിഗ്നലിനെയും പവർ സിഗ്നലിനെയും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ നമുക്ക് മെയിനായിട്ടും വരുന്ന ക്ലാസിഫിക്കേഷൻസ് ഇതൊക്കെയാണ്. നമ്മൾ പീരിയോഡിക്ക് പഠിച്ചു, ഈവൻ ആൻഡ് ഓഡ് സിഗ്നൽസ് പഠിച്ചു, എനർജി ആൻഡ് പവർ സിഗ്നൽസും പഠിച്ചു. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു എക്സാമ്പിൾ നോക്കാം. എനർജി സിഗ്നലുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ, ഒരു സിമ്പിൾ എക്സാമ്പിളായിട്ട് നമുക്ക് നമ്മുടെ എനർജി സിഗ്നൽ, ഒരു u(t) എന്ന് പറഞ്ഞൊരു സിഗ്നലിൻ്റെ എനർജി കണ്ടുപിടിക്കുക. അതിൻ്റെ പവർ, ഈ u(t) എന്ന് പറയുന്ന സിഗ്നൽ എനർജി സിഗ്നലാണോ അല്ലെങ്കിൽ പവർ സിഗ്നൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക. സോ ഞാനിവിടെ എനർജി വാല്യൂ കണ്ടുപിടിച്ചു. എനർജിയുടെ ഇക്വേഷൻ ഇൻ്റഗ്രൽ
മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് എക്സ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ. ഇവിടെ എക്സ് ഓഫ് ടി ആയിട്ട് തന്നിരിക്കുന്നത് യു ഓഫ് ടി ആണ്. സോ നമുക്ക് മോഡുലസ് ഓഫ് യു ഓഫ് ടി ദ ഹോൾ സ്ക്വയർ ഡി ടി എന്ന് എഴുതാം. നമുക്കറിയാം യു ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നൽ ഇതാണ്, നമ്മൾ പഠിച്ചതാണ്, എലമെൻ്ററി സിഗ്നലാണ് ടി. 0 മുതൽ 1 വരെ സീറോ മുതൽ ഇൻഫിനിറ്റി വരെ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ ആ സിഗ്നൽ എക്സിസ്റ്റ് ചെയ്യുന്നത് 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ്, അതിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ഞാൻ യു ഓഫ് ടിക്ക് ഇവിടെ 1 എന്ന് കൊടുക്കുമ്പോൾ നമ്മുടെ ലിമിറ്റും കൂടെ ചേഞ്ച് ആവും 0 ടു ഇൻഫിനിറ്റി. സോ 1 ഡി ടി അല്ലെങ്കിൽ 1 സ്ക്വയർ ഡി ടി. സോ 1നെ 0 മുതൽ ഇൻഫിനിറ്റി വരെ ഇൻ്റഗ്രേറ്റ് ചെയ്താലും ആൻസർ എത്ര ആയിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. സോ എനർജി വാല്യൂ എനിക്ക് ഇൻഫിനിറ്റി ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അത് പവർ വാല്യൂ ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി 1/2t ഇൻ്റഗ്രൽ മൈനസ് ടി ടു ടി മോഡ് ഓഫ്, ഇവിടെ നമുക്കറിയാം മോഡ് ഓഫ് എക്സ് ഓഫ് ടിക്ക് പകരം നമുക്ക് യു ഓഫ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഹോൾ സ്ക്വയർ ഡി ടി. ആ ഇക്വേഷനകത്ത് ഞാൻ എക്സ് ഓഫ് ടിക്ക് പകരം യു ഓഫ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. ദെൻ ഇവിടെ നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി 1/2t. അഗെയിൻ ഇവിടെ നമ്മൾ ഇൻ്റഗ്രൽ 0 ടു ടി ആണ്, കാരണം യു ഓഫ് ടിയുടെ വാല്യൂ 1 ആണ്. അത് 0 മുതൽ ഇതിൻ്റെ ലോവർ ലിമിറ്റ് 0 ആവും. നമ്മളെപ്പോഴും അത് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴും ലോവർ ലിമിറ്റ് 0 മുതലേ അത് കൗണ്ട് ചെയ്തോളൂ. ഇൻഫിനിറ്റി ആണെങ്കിൽ ഇൻഫിനിറ്റി വരെ, ടി വരെ ആണെങ്കിൽ ടി വരെ. ഇപ്പോൾ ഇവിടെ ടി ആണ് ലിമിറ്റ് ആയതുകൊണ്ട് ടി തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ 1 സ്ക്വയർ ഡി ടി. സോ ഇവിടെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് ടി ടെൻസ് ടു, ലിമിറ്റ് ലാസ്റ്റേ അപ്ലൈ ആവുള്ളൂ. സോ 2t ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1 ഡി ടി എന്ന് പറയുന്നത് സ്മോൾ ടി ആണ്. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടി 0 ടു ടി എന്ന് കിട്ടും. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി 1/2t ഇൻറ്റു ടി എന്ന് കിട്ടും. ഈ ടിയും ഈ ടിയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പിന്നെ ടി ഒന്നുമില്ല. സോ ആൻസർ 1/2. സോ എനിക്ക് പവർ ഫൈനൈറ്റ് കിട്ടി, എനർജി ഇൻഫിനിറ്റിയും കിട്ടി. അപ്പം പവർ വാല്യൂ ഫൈനൈറ്റും എനർജി വാല്യൂ ഇൻഫിനിറ്റി ആണെങ്കിൽ ആ സിഗ്നൽ എന്തായിരിക്കും? പവർ സിഗ്നൽ ആയിരിക്കും. സോ നമുക്ക് യു ഓഫ് ടി ഒരു പവർ സിഗ്നൽ ആണെന്ന് നമുക്ക് മനസ്സിലായി. സോ ഇങ്ങനെയാണ് നമ്മൾ സിഗ്നൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. നമുക്ക് ഇതുപോലുള്ള പ്രോബ്ലംസ്, ചെറിയ പ്രോബ്ലംസ് അല്ലെങ്കിൽ ചെറിയ ഡെഫിനിഷൻസ് ഒക്കെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കോസൽ ആൻഡ് നോൺ കോസൽ സിഗ്നൽസ് ആണ്. അപ്പം ശരിക്കും ഇപ്പോൾ ഒരു കോസൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കോസൽ സിസ്റ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു കോസൽ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട്, ഇപ്പം കോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ present and past values of input. പ്രസൻറ്റിനെയും പാസ്റ്റ് വാല്യൂസിനെയും ഓഫ് ഇൻപുട്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ കോസൽ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അതുപോലെ നമുക്ക് നോൺ കോസൽ സിസ്റ്റം ഉണ്ട്. നോൺ കോസൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ ഫ്യൂച്ചർ വാല്യൂസ് ഓഫ് ഇൻപുട്ട്. സോ ഇൻപുട്ടിൻ്റെ ഫ്യൂച്ചർ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യുവാണെങ്കിൽ അത് ഓർത്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. ഫ്യൂച്ചർ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെല്ലാം നോൺ കോസൽ ടൈപ്പ് സിസ്റ്റംസ് ആയിരിക്കും. കോസൽ ടൈപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻറ്റിനെയും പാസ്റ്റിനെയും, പ്രസൻറ്റ് ആൻഡ് പാസ്റ്റ് വാല്യൂസ് ഓഫ് ഇൻപുട്ട്, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ കോസൽ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. സോ അതൊക്കെ ഡെഫിനിഷൻസ് ബേസ് ചെയ്തായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത്. സോ ഇനി നമുക്ക് സിസ്റ്റത്തിനെ കുറിച്ച് കുറച്ച് ബേസിക്സ് നോക്കാം. എന്നിട്ട് LTI സിസ്റ്റം നമുക്കിനി പഠിക്കാനുള്ളത് LTI സിസ്റ്റമാണ്. അത് വെച്ചിട്ട് നമുക്ക് അതും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് സിഗ്നൽസ് ബേസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. LTI സിസ്റ്റത്തിനകത്ത് മെയിനായിട്ടും കൺവല്യൂഷൻ, ഇതിനെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. കൺവല്യൂഷൻ്റെ പ്രോപ്പർട്ടീസും അതിനകത്ത് പ്രോബ്ലമായിട്ട് അങ്ങനെ പഠിക്കാനൊന്നുമില്ല, കാരണം അത്രയും വലിയ പ്രോബ്ലംസ് ഒന്നും ചോദിക്കില്ല. കൺവല്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്, അത് ഒന്ന് പഠിച്ചു വെക്കണം. LTI സിസ്റ്റത്തിൻ്റെ അനാലിസിസ് നമ്മൾ ചെയ്യുന്നത് കൺവല്യൂഷൻ വെച്ചിട്ടാണ്. LTI സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റമാണ്. സോ അതാണ് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ, അടുത്ത ലെക്ചറിൽ പഠിക്കാനുള്ളത്. അതും പഠിച്ച് നമുക്ക് സിഗ്നൽസിൻ്റെ കംപ്ലീറ്റ് LTI സിസ്റ്റം വരെയുള്ള
കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് നോക്കാനുണ്ട്. സോ ചെറിയ പ്രോബ്ലംസൊക്കെ ഇതിനകത്ത് വർക്കൗട്ട് ചെയ്യുക. ദെൻ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഡെഫിനിഷൻസും നമുക്ക് പഠിക്കണം. സിസ്റ്റത്തിൻ്റെ സിസ്റ്റമല്ല സിഗ്നൽസിൻ്റെ ഓരോ സിഗ്നൽ എന്താണ്, ഈവൻ എന്താണ്, ഓഡ് എന്താണ്, പീരിയോഡിക് എന്താണ്, അപീരിയോഡിക് എന്താണ്, എനർജി പവർ സിഗ്നൽസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെ ഡെഫിനിഷൻസ് പഠിച്ചു വെക്കണം. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് LTE സിസ്റ്റം, അതിൻ്റെ അനാലിസിസ്, കൺവല്യൂഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ പ്രോപ്പർട്ടീസ് ഇത്രയും കൂടെ പഠിക്കുമ്പോൾ നമുക്ക് സിഗ്നൽസിൻ്റെ ആ ഒരു ബേസിക് നമ്മുടെ പോർഷൻസ് കംപ്ലീറ്റ് ആവും. ഓക്കെ, താങ്ക് യു.